തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യം നേതാക്കളുടെ അറിവോടെയാണ് എന്ന സൂചന. സഖ്യ ചർച്ചകൾ നടത്തിയത് DCC ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എന്നും വിവരമുണ്ട്. ഇരുവർക്കുമെതിരെ പാർട്ടി കർശന നടപടിക്ക് സാധ്യതയുണ്ട്. മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, വലിയൊരു സസ്പെൻസ് ഇന്ന് രാവിലെ തന്നെ മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ശരിക്കും ഒടുവിൽ ലഭിക്കുന്ന വിവരം? അതായത് ഈ സഖ്യ ചർച്ച നേതാക്കളുടെ അറിവോടെയാണ് എന്നോർത്തുള്ള റിപ്പോർട്ടാണോ ഇപ്പോൾ വരുന്നത്? ഈ മറ്റത്തൂരിൽ 10 LDF-ഉം 10 UDF-ഉം അതിൽ തന്നെ ഈ 8 UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും 2 പേർ വിമതരുമായിരുന്നു. ബാക്കി 4 NDF വിജയിച്ച അംഗങ്ങളും ഉണ്ടായിരുന്നു. ഈ വിമതരിലെ ഒരാൾ LDF-നൊപ്പം ചേർന്ന് സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് വലിയ പ്രകോപനമായി കാണുകയും ഞങ്ങൾ രാജിവെക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് അവിടെ നിന്നുള്ള മറ്റു UDF-ന്റെ ഔദ്യോഗിക അംഗങ്ങൾ അറിയിച്ചത്. അങ്ങനെ വിമത സ്ഥാനത്തുള്ള മറ്റൊരു അംഗത്തെ കൂടി പിന്തുണച്ചുകൊണ്ട് BJP-യുടെ അംഗങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി 12-11 എന്ന ഒരു വോട്ട് BJP-യുടെ ഒരു വോട്ട് അസാധുവായി. 12-11 എന്ന രീതിയിലാണ് UDF-ന് BJP പിന്തുണയോടുകൂടി അവിടെ കോൺഗ്രസിന് ഭരണം ലഭിച്ചത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിമർശനവും വലിയ ഒരു ഞെട്ടൽ, അജിത് തന്നെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ ഒരു സർപ്രൈസ് എന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ വന്നത്. അപ്പോഴാണ് CPM വ്യാപകമായ ഒരു വിമർശനവുമായി അവിശുദ്ധ കൂട്ടുകെട്ടാണ് മറ്റത്തൂരിൽ നടന്നത്. കോൺഗ്രസിന്റെയും BJP-യുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നു. ജില്ലാ നേതാക്കളും BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ പഞ്ചായത്തിൽ ക്യാമ്പ് ചെയ്ത് ഒരു ഗൂഢാലോചന നടത്തിയാണ് ജനാധിപത്യം അട്ടിമറിച്ചത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. അപ്പോഴാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വം കർശനമായ ഒരു നടപടിക്കൊരുങ്ങുന്നത്. കോൺഗ്രസിന്റെയും BJP-യുടെയും നേതാക്കളുടെ അറിവോടുകൂടി നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് DCC ജനറൽ സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഈ സഖ്യം ചർച്ചകൾ നടന്നു എന്നതുൾപ്പെടെയുള്ള പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടിയുള്ളത്. ഇരുവർക്കുമെതിരെ പാർട്ടി നടപടിക്ക് കർശനമായ ശുപാർശയുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ആളുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ബ്ലോക്ക് കമ്മിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് DCC KPCC-ക്ക് കൈമാറും. KPCC ഇതിനകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർശനമായ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ തുടരുക. ഇപ്പോൾ TN പ്രതാപൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രതാപൻ, ഈ മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യം അത് സഖ്യ ചർച്ചയിൽ DCC ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഇതിനോട് പ്രതികരിക്കുന്നത്? സ്വീകരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് BJP-യും RSS-ഉം സംഘപരിവാറുമാണ്. BJP RSS സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവിശുദ്ധമായ ബന്ധമോ സൗഹൃദമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടാവില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും അവരുണ്ടാവില്ല. മറ്റതൊരു പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ചില മെമ്പർമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് അവരുടെ കൂടെ BJP അംഗങ്ങൾ കൂടി വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചതായി മനസ്സിലാക്കിയിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടിയന്തരമായി KPCC റിപ്പോർട്ട് നൽകും. അതിൽ ഏതെങ്കിലും ജില്ലാ നേതാക്കന്മാർക്കോ പ്രാദേശിക നേതാക്കന്മാർക്കോ പങ്കുണ്ടെങ്കിൽ അവരെ കോൺഗ്രസിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കും. കോൺഗ്രസിന് ഏറ്റവും വലിയ നിലപാട് വർഗീയതയ്ക്കെതിരാണ്, BJP-ക്കെതിരാണ്, വർഗീയ പാർട്ടികളും എതിരാണ്. വർഗീയ പാർട്ടികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ്. ആ നിലപാടിനെതിരെ പ്രാദേശികമായ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ എവിടെയെങ്കിലും തന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തന്ത്രം ചെയ്തവരാരും കോൺഗ്രസ്സുകാരാവില്ല, കോൺഗ്രസിലുണ്ടാകില്ല. കർശന നടപടി കോൺഗ്രസ് പാർട്ടി അതിന്റെ പേരിൽ എടുക്കും. അല്ല, ഈ കർശന നടപടി എടുക്കുമെന്ന് അങ്ങ് പറയുമ്പോൾ പോലും ഇവിടെ നോക്കൂ, DCC ജനറൽ സെക്രട്ടറിയാണ്, അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അവിടെ BJP-യുമായി സഖ്യം ഉണ്ടാക്കാൻ ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. ആ വ്യക്തി ഉൾപ്പെടെ കോൺഗ്രസിൽ ഉണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അത് DCC സെക്രട്ടറി ആണോ അതിനപ്പുറത്തുള്ള ആണോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് അധികാരത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടി നിലപാടല്ല. ഈ നിലപാട് വർഗീയതക്കെതിരെയുള്ള മതനിരപേക്ഷതയുടെ നിലപാടാണ്. അതിന് വെള്ളം ചേർക്കാൻ വന്നിട്ടുള്ളവര് DCC സെക്രട്ടറി ആയാലും മണ്ഡലം പ്രസിഡന്റ് ആയാലും അവരെ ഞങ്ങൾ കോൺഗ്രസിൽ വെച്ചിരിക്കില്ല. വളരെയധികം നന്ദിയുണ്ട് ശ്രീ TN പ്രതാപൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. മുജതബയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. മുജതബ, നോക്കൂ, കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ളത്. അത് തന്നെയാണ് TN പ്രതാപനും ഇപ്പോൾ നമ്മോടൊപ്പം പറഞ്ഞത്. കർശനമായ നടപടി ആര് ഈ BJP-യുമായി കൂട്ടുകെട്ട് നടത്താൻ അവിടെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. മുജതബ,
സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാകും. ബന്ധപ്പെട്ട ആളുകൾ പ്രാഥമികമായി ഇപ്പോൾ പാർട്ടി തന്നെ നേതൃത്വം വിലയിരുത്തുന്നത് ഒരു DCC ഭാരവാഹിയും അടുത്തൊരു ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹിയും ചേർന്ന് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വലിയ നടപടിയിലേക്ക് പെട്ടെന്ന് തന്നെ പോകുന്നത്. പാർട്ടി നടപടി ഇരുവർക്കുമെതിരെ ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് KPCC വിഷയത്തിൽ വളരെ കർശനമായ നടപടിക്ക് ഈ വാർത്ത പുറത്തു വരികയും അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പോലും ഇത്തരം സഖ്യങ്ങൾ ഉണ്ടാകരുതെന്ന് ആവർത്തിച്ച് ബന്ധപ്പെട്ട ആളുകളോട് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ട് പോലും അതെല്ലാം ലംഘിച്ച് പ്രത്യേകിച്ച് ഒരു ആദ്യം രാജിവെക്കുന്നു, പിന്നീട് BJPയുടെ കൂടി അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ആ രൂപത്തിൽ ഭരണത്തിലെത്തുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള ആളുകളാണ് KPCC നേതൃത്വം തന്നെ DCCയോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസൊക്കെ ആ രൂപത്തിലാണ് DCCക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ തർക്കമേ ഇല്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്.